നമസ്തേ. അങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ മുതലാളികളെ സർവാത്മന സ്വാഗതം ചെയ്യുന്ന ഒരു നയം പുതുതായി സ്വീകരിച്ചിരിക്കുന്നു. അവരുടെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് നാട്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിരിക്കുകയാണ് അവർ. അതുകൊണ്ടൊന്നും അതായത് മാർക്സിനെയും ഏംഗൽസിനെയും ലെനിനെയും സ്റ്റാലിനെയൊക്കെ ചുമന്നുകൊണ്ട് കടന്നിട്ട് ഇനി വരുന്ന കാലത്ത് യാതൊരു ഗുണവുമില്ല, അവർക്കുമില്ല നാട്ടുകാർക്കുമില്ല എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത്രയും നാൾ അവർ തലകുത്തി നടക്കുകയായിരുന്നു. അവരിപ്പോൾ കാലുകളിൽ നിന്ന് ആണിപ്പോൾ നടക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതായത് പഴയ കാഴ്ചകളെ തന്നെ പുതിയ രീതിയിൽ അവർ കാണാൻ തുടങ്ങിയിരിക്കുന്നു. പണ്ട് ഈ തലകുത്തി നടന്നതുകൊണ്ട് അവർ കാര്യങ്ങളെല്ലാം വിപരീതമായിട്ടാണ് കണ്ടിരുന്നത്. മറ്റുള്ളവരുടെ കാഴ്ച പോലല്ല. അവർ നേരെ കാര്യങ്ങൾ കാണുമ്പോൾ ഇവർ തലതിരിച്ചു കണ്ടു. അങ്ങനെ അവർ ഒരു ജനതയെ മുഴുവൻ അവരുടെ തലതിരിവിനനുസരിച്ച് നയിക്കാൻ, അതിനായിട്ട് വിശ്വസിപ്പിക്കാൻ, അവരെ പട്ടിണിയിലേക്ക് നയിക്കാൻ, പരാജയത്തിലേക്ക് നയിക്കാൻ അവർ കാരണക്കാരായി. എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ട സിദ്ധാന്തമാണ്. കമ്മ്യൂണിസം എന്ന പൊട്ട സിദ്ധാന്തമാണ്. അതൊരു പൊട്ട സിദ്ധാന്തമാണെന്ന് അവസാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും സമ്മതിച്ചിരിക്കുന്നു. അതിൻ്റെ ലക്ഷണമാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ട കേരള ബജറ്റ്. ആർക്കും വേണമെങ്കിൽ ഇവിടെ വരാം, സ്വകാര്യ സംരംഭങ്ങൾ തുടങ്ങാം. പണ്ടിതായിരുന്നില്ല. ഇവിടെ ചൈനയിൽ നിന്ന് കുറേ വ്യവസായികൾ അവിടുത്തെ വ്യവസായ സംരംഭങ്ങളെല്ലാം മതിയാക്കി ചുരുട്ടിക്കെട്ടുന്നു എന്നറിഞ്ഞപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അവരെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന MP രാജേഷ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? കേരളത്തിലേക്ക് അവരെ കൊണ്ടുവരത്തില്ല, കേരളത്തിലൊന്നും അവർ വന്ന് ഒന്നും ചെയ്യണ്ട, കേരളത്തിലെ തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇതായിരുന്നു MP രാജേഷിൻ്റെ വിപ്ലവ വീര്യം കൊണ്ട വാക്കുകൾ. എന്താണ് ഇങ്ങനെ ഈ വാക്കുകൾക്ക് പിന്നിലുള്ളത്? ഒരു സൈദ്ധാന്തിക പശ്ചാത്തലം എന്താണ്? അത് നേരത്തെ പറഞ്ഞതുപോലെ വികലമായ ഒരു കാഴ്ചപ്പാടാണ്. അത് തലതിരിഞ്ഞാണ് അവർ കാര്യങ്ങൾ കാണുന്നത്. കമ്മ്യൂണിസത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ തന്നെ തലതിരിച്ച് കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ്. കമ്മ്യൂണിസം ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്ത, അമ്പയെ പരാജയപ്പെട്ടു പോയ ഒരു തത്വശാസ്ത്രമാണ് കമ്മ്യൂണിസം. യുക്തിസഹമായിട്ടുള്ള ഒരു ചിന്തയേ അല്ല അത്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം ഒന്നും വേണ്ട, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചാൽ നമുക്കത് ബോധ്യമാകും. അവരുടെ മൂഢസങ്കല്പങ്ങളുടെ മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും മൂഢസങ്കല്പങ്ങൾ, ചരിത്ര വസ്തുതകളെ തെറ്റായി വ്യാഖ്യാനിച്ച് രൂപപ്പെടുത്തിയ മൂഢസങ്കല്പങ്ങളെ ആശ്രയിച്ചു ആവിഷ്കരിച്ച ഒരു തത്വമാണിത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ചില ഭാഗങ്ങൾ അവർ തന്നെ 25 കൊല്ലം കഴിഞ്ഞപ്പോൾ തിരുത്തി എഴുതിയിട്ടുണ്ട്. ഇനി ഒരു 50 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇത് മുഴുവൻ ഉപേക്ഷിച്ചേനെ. അല്ലെങ്കിൽ ഒരു 25 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അവർ ഇത് മുഴുവൻ ഉപേക്ഷിച്ചേനെ. കാരണം എന്ന് പറഞ്ഞാൽ 25 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ 1748 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി പ്രസിദ്ധീകരിച്ചത്. 25 കൊല്ലം കഴിഞ്ഞപ്പോൾ 1872 73 ഇതിന് ആമുഖങ്ങൾ എഴുതി, അതായത് വേറെ പുനഃപ്രസിദ്ധീകരിക്കുമ്പോൾ, മറ്റു ഭാഷകളിൽ പുനഃപ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് എഴുതിയ ആമുഖങ്ങളിൽ അവർ ഈ 25 കൊല്ലം കൊണ്ട് ലോകത്തിലെ ഉൽപ്പാദന പ്രക്രിയയിലുണ്ടായ വമ്പൻ മാറ്റങ്ങളെ കണ്ട് അവർ ഞെട്ടിത്തരിച്ച കാര്യമാണ് അവരതിനകത്ത് ആമുഖങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 25 കൊല്ലം 1848 മുതൽ 1873 വരെ നടന്ന വമ്പൻ പരിവർത്തനങ്ങൾ വ്യവസായ രംഗത്ത് നടന്ന്. അപ്പോൾ ഈ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്യുമല്ലോ. അവർ ബോധം കെട്ട്, അവർക്ക് ഒരിക്കലും ബോധം തെളിയാത്ത രീതിയിലായി പോവില്ലായിരുന്നു. ഇതാണ് അവരുടെ പരിമിതമായ, ഏറ്റവും ഇടുങ്ങിയ ഒരു കിണറ്റിൽ കിടക്കുന്ന തവളയുടെ ചിന്താഗതിയായിരുന്നു അവർക്ക് അന്നുണ്ടായിരുന്നത്. അതല്ല, അവരുടെ എല്ലാ നിഗമനങ്ങളും യുക്തിരഹിതമായിരുന്നു എന്നുള്ളതാണ്. അതിൽ അവരുടെ കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന തൂണുകളായിട്ട് 3-4 സിദ്ധാന്തങ്ങളുണ്ട്. അതിലൊന്നാണ് മിച്ചമൂല്യ സിദ്ധാന്തം. രണ്ടാമത്തത് ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം.
പിന്നെ മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. ഇവിടെയൊക്കെയാണ് വലിയ തെറ്റുകൾ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. വർഗസമര സിദ്ധാന്തം, ക്ലാസ് സ്ട്രഗിൾ, ഇതൊക്കെ പിന്നെ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോളിറ്റേറിയറ്റ്, ഇതൊക്കെയാണ് കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ. ഇതിൽ ഒരെണ്ണത്തെക്കുറിച്ച് ഞാൻ പറയാം. അതാണല്ലോ ഇവിടെ ആളുകൾ നടന്ന് പറയുന്നത്, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നും പാടി നടക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിലാളികളെ മുതലാളിമാർ ചൂഷണം ചെയ്യുകയാണ്. അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഈ മുതലാളിമാർ ലാഭം എന്ന പേരിൽ അടിച്ചെടുക്കുകയാണ്. ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ എല്ലാം തലതിരിഞ്ഞ് കാണുന്ന കമ്മ്യൂണിസ്റ്റുകൾ, അല്ലെങ്കിൽ ഒട്ടക്കിണറ്റിൽ കിടന്നുകൊണ്ട് കാണുന്ന കമ്മ്യൂണിസ്റ്റുകൾ ധരിച്ചിരിക്കുന്നതും ജനങ്ങളെ പഠിപ്പിക്കുന്നതും. ഭയങ്കരമായ ചൂഷണമാണ് ഈ ബൂർഷകൾ നടത്തും. ബൂർഷകൾ എന്ന് പറഞ്ഞാൽ മുതലാളിമാരെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതായത് ഉൽപ്പാദനോപകരണങ്ങളുടെ ഉടമസ്ഥർ. അവർ തൊഴിലാളികളെ നിർത്തി പണി ചെയ്യിപ്പിക്കുന്നു. തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ പ്രോളിറ്റേറിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പാദനോപകരണങ്ങളില്ലാതെ തങ്ങളുടെ അധ്വാനം വിൽക്കുന്നവർ. അപ്പോൾ ഇത് ഭയങ്കര ചൂഷണമാണ് നടക്കുന്നത്. ഭയങ്കര രക്തരക്ഷസുകൾ, തൊഴിലാളികളുടെ രക്തം കുടിക്കുന്ന രാക്ഷസന്മാർ എന്നൊക്കെയുള്ള നിലയിലാണ് ഈ മുതലാളിമാരെ ഇവരെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു മുതലാളിമാർക്കെതിരായിട്ട്, അതായത് സ്വന്തം പൈസ മുടക്കി അല്ലെങ്കിൽ സ്വന്തം ഉത്തരവാദിത്വത്തിൽ എവിടുന്നെങ്കിലും ഒരു കടമെടുത്ത് ഒരു സംരംഭം ആരംഭിച്ച് അവിടെ തൊഴിലാളികളെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ ആ തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാർ അവരോട് പറയുന്നതാണ്, നിങ്ങളെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്നവനാണ്, നിങ്ങളുടെ രക്തം ഊറ്റി കുടിക്കുന്നതിനാണ്, രക്തരക്ഷസാണ് ഈ മുതലാളി. അതുകൊണ്ട് അയാളെ ചേർക്കണം. അയാൾ കിട്ടുന്ന ലാഭമെല്ലാം നിങ്ങളുടെ ചോര നീരാക്കിയതിൻ്റെ ഫലമാണ് ഈ രീതിയിൽ പറയും. അപ്പോൾ അവർക്കൊരു വൈരാഗ്യം ഉണ്ടാകും മുതലാളിയോട്. അന്നന്നത്തെ ചെലവിനുള്ള അന്നം ഒപ്പിച്ചു തരുന്ന ഒരാൾ, അതിനുള്ള മാർഗം കാണിച്ചു തരുന്ന ഒരാൾ, അയാളാണ് രക്തം ഊറ്റി കുടിക്കുന്ന രാക്ഷസൻ എന്ന് പറഞ്ഞ് അയാളെ അങ്ങനെ പറഞ്ഞ് ചിത്രീകരിച്ച് വിശ്വസിപ്പിച്ച് അങ്ങനെ ഒരു നിതാന്തമായ സ്പർദ്ധ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഉണ്ടാക്കുന്നു. ഇതാണ് ഇവർ ചെയ്യുന്നത്. ഇതിനുള്ള അടിസ്ഥാനം എന്താണ്? മുതലാളി തൊഴിലാളിയുടെ അധ്വാനം ചൂഷണം ചെയ്യുന്നു. മുതലാളി അധ്വാനിക്കുന്നില്ലേ? എവിടെയൊക്കെ കിടക്കുന്നു? അത് സ്വന്തം പൈസ മുടക്കുന്നു, അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്തത്തിൽ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നു, എന്നിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നു, അവിടെ ഫാക്ടറികൾ ഉണ്ടാക്കുന്നു, എവിടെയോ കിടക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ആ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നു, മെഷീനറി ഉണ്ടാക്കുന്നു, ഇലക്ട്രിസിറ്റിയും വെള്ളവും എല്ലാം ഒപ്പിക്കുന്നു, എന്നിട്ട് തൊഴിലാളികളെ വെച്ച് മെഷീനുകൾ പ്രവർത്തിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത്രയും ചെയ്യുന്ന ഒരുത്തൻ ഒരു പണിയും ചെയ്യുന്നില്ല, തൊഴിലാളിയുടെ അധ്വാനം ഊറ്റിക്കുടിക്കാൻ നിൽക്കുന്ന ഒരുത്തനായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞ പൊട്ടക്കിണറ്റിലെ വീക്ഷണമാണ് ഇവരുടേത്. ഏറ്റവും കൂടുതൽ ഒരു ഉൽപ്പാദന പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് മുതലാളി തന്നെയാണ്. അയാൾക്ക് അതിൻ്റേതായ, എന്തിനാണ് അയാൾ അങ്ങനെ അധ്വാനിക്കുന്നത്? അയാൾക്ക് ലാഭം കിട്ടുമെന്നുകൊണ്ട് തന്നെയാണ്. ഈ ലാഭം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അധ്വാനമെന്നോ അങ്ങനെ ഒരു തെളിവുമില്ല. അത് തെളിയിക്കപ്പെട്ട ഒരു കാര്യമല്ല. മാർക്സ് ഇത് വേറൊരു സിദ്ധാന്തത്തിൽ നിന്ന് എടുത്താണ്. ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറഞ്ഞ ഒരു തിയറിയുണ്ട്. അതായത് ഒരു ഉൽപ്പന്നത്തിൻ്റെ വാല്യൂ, മൂല്യമെന്ന് പറയുന്നത് അതിൽ സഞ്ചിതമായിരിക്കുന്ന അധ്വാനത്തിൻ്റെ മൂല്യമാണ്. അധ്വാനത്തിൻ്റെ മൂല്യമാണ്. ഇതാണ് ആ ലേബർ തിയറി ഓഫ് വാല്യൂ. അത് തന്നെ തെളിയിക്കപ്പെട്ടിട്ടല്ല, അതൊരു ഊഹമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആ ഉൽപ്പന്നത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധ്വാനത്തിൻ്റെ അളവെടുക്കണം. അത് ആരെ കൊണ്ടെങ്കിലും സാധിക്കുമോ? ഒരു ഉൽപ്പന്നത്തിൽ അടങ്ങിയിരിക്കുന്ന അധ്വാനത്തിൻ്റെ അളവെടുക്കുന്നത്. എന്നിട്ട് ആ അളവെടുത്തിട്ട് അതിനു മുമ്പ് നിക്ഷിപ്തമായിരിക്കുന്ന അധ്വാനങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് അസംസ്കൃത വസ്തുക്കളുടെയും ഒക്കെ അതിൻ്റെ വിലയെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇതിൻ്റെ മൂല്യം കിട്ടണം. അങ്ങനെ ആരെങ്കിലും പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല. വെറും ഒരു ഊഹം മാത്രമാണ് അതൊക്കെ. ശരിക്കും ഒരു ഉൽപ്പന്നത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന അധ്വാനമാണോ? എത്രയോ അധ്വാനം എത്ര ചിലവാക്കിയാലും ആ മൂല്യത്തിന് ആളുകൾക്ക് ആ പ്രോഡക്റ്റ് കൊണ്ട്, ഉൽപ്പന്നം കൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ലെങ്കിൽ ആരെങ്കിലും അത് വാങ്ങിക്കൂ. എന്താണ് അതിൻ്റെ മൂല്യം? ഒരു പെൻസിൽ ഉണ്ടാക്കുന്നതിന് നിങ്ങൾ 1000 രൂപ ചിലവാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ അധ്വാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് 1000 രൂപ വെച്ച് ആരെങ്കിലും കൊടുക്കുമോ? അപ്പം മാർക്സിസവും പറയും ഇത് സാമൂഹ്യ
സോഷ്യലി നെസസറി ലേബർ, സാമൂഹ്യമായി ആവശ്യമായി വരുന്ന അധ്വാനം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ അത് എത്രയോ ആയിക്കൊള്ളട്ടെ, അതായാലും സോഷ്യലി നെസസറി ലേബർ ആയാലും ഒരാൾക്ക് ഉപയോഗമില്ലെങ്കിൽ അത് വാങ്ങിക്കൂ. നിങ്ങളിപ്പം പിന്നെ പഴയ ഫോൺ, ക്രെഡിൽ ഫോൺ, അത് ഉണ്ടാക്കി ആരെങ്കിലും വാങ്ങിക്കും? നിങ്ങൾ കുറേ അധ്വാനമൊക്കെ ചിലവാക്കി ഉണ്ടാക്കുന്നു. പഴയ ക്യാമറ, ഫിലിം ഉപയോഗിക്കുന്ന ക്യാമറ, അത് കുറേ ഉണ്ടാക്കി വിടുക, നിങ്ങൾ അധ്വാനമൊക്കെ ചിലവാക്കി ആരെങ്കിലും വാങ്ങിക്കൂ? കാരണം എന്താ, അവർക്കൊന്നും അതിൻ്റെ കൊണ്ട് ആവശ്യമില്ല. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കി അതിന് എന്ത് മൂല്യമാണുള്ളത്? ഇപ്പം യൂട്ടിലിറ്റിയാണ് ഒരു ഉൽപ്പന്നത്തിൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനം. അത് മാർക്സിസ്റ്റുകൾക്ക് മനസ്സിലാകത്തില്ല. അവർ ലേബർ തിയറി ഓഫ് വാല്യൂയിൽ കൂടെ വരുള്ളൂ. അപ്പോൾ യൂട്ടിലിറ്റി ആണെങ്കിൽ അപ്പോഴവർ ഉടക്ക് പറയും. കാരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഉപയോഗമല്ലേ ഓരോ വസ്തുക്കളെ കൊണ്ടും ആണ്. അപ്പോൾ നിങ്ങൾ ലേബറിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ സോഷ്യലി എക്സിസ്റ്റിംഗ് യൂട്ടിലിറ്റി എന്ന് നമുക്കും പറയാമല്ലോ, അങ്ങനൊരു വാദം ഉന്നയിക്കാമല്ലോ. അപ്പോൾ അതൊന്നും ഒരു കാര്യമല്ല. ഉപയോഗമില്ലാത്ത സാധനത്തിന് ഒരു മൂല്യവും ഇല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് അംഗീകരിക്കാൻ മാർക്സിസ്റ്റുകൾക്ക് പ്രയാസമാണ്. അവർ സമ്മതിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ തത്വം അവിടെ വെച്ച് പൊളിയും. അങ്ങനെ ഈ അധ്വാനം ആണ്, അധ്വാനത്തിൻ്റെ മൂല്യമാണ് ഉൽപ്പന്നത്തിൻ്റെ മൂല്യം എന്ന് ചിന്തിക്കുമ്പോൾ ഈ അധ്വാനം എല്ലാം കൂടെ ചേർന്ന, അതായത് അധ്വാനവും അസംസ്കൃത വസ്തുക്കളും എല്ലാം കൂടെ ചേർന്ന കാര്യം ഉൽപ്പന്നത്തിൻ്റെ മൂല്യമായിട്ട് വരുമ്പോൾ ഇതിനൊരു ലാഭം എന്ന് പറഞ്ഞ ഒരു ഘടകം വരുന്നപ്പോഴാണ് ഈ അധ്വാനത്തിന് കുറച്ച് പൈസ കൊടുക്കുന്നത്. അധ്വാനത്തിനുള്ള പൈസ കൊടുക്കത്തില്ല, അധ്വാനത്തിൻ്റെ അത് അവേഴ്സ് ഓഫ് വർക്ക് അതിന് കണക്കാക്കി അയാൾ അധ്വാന ശക്തി എന്നാണ് അവർ പറയുന്നത്. അധ്വാന ശക്തി വില കൊടുത്ത് വാങ്ങിച്ചിട്ട് കൂടുതൽ അധ്വാനം എടുക്കുന്നു. അങ്ങനെ എടുക്കുന്നതാണ് നിങ്ങൾ ഈ ലാഭമായിട്ട് എടുക്കുന്നത്. അതിനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ്. കൂടുതൽ അധ്വാനം എടുക്കുന്നത് നിങ്ങൾ എങ്ങനെ പറയുന്നു മിസ്റ്റർ? നിങ്ങൾക്ക് അത് തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊരു ദിവസം ഒരു 8 മണിക്കൂർ ജോലിക്ക് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ കൂലി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ 8 മണിക്കൂർ ഫുള്ളായിട്ട് പണി ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ അധ്വാനത്തിൻ്റെ, നിങ്ങൾ എത്രത്തോളം അധ്വാനം ടേൺ ഔട്ട് ചെയ്യുന്നു അതിനുള്ള അധ്വാനത്തിൻ്റെ വിലയാണ് ഈ പറയുന്നത്. അല്ലാതെ അധ്വാന ശക്തിയുടെ വിലയല്ല. അതാര് കണക്കാക്കുന്നു? അധ്വാന ശക്തിയും അധ്വാനം നമ്മൾ അളന്നു നോക്കുമോ? അപ്പോൾ ഈ അധ്വാനത്തിന് അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങൾ 8 മണിക്കൂർ ഈ പണി ചെയ്യണം, 1000 രൂപ ഞാൻ തരും. നിങ്ങൾക്ക് ഇപ്പോൾ ആ 1000 രൂപയ്ക്ക് ഇത്രയും അധ്വാന ശക്തി അല്ലെങ്കിൽ അധ്വാനം തരാൻ പറ്റത്തില്ല. അങ്ങനെ ആണെങ്കിൽ അതിന് 1000 രൂപയ്ക്ക് പറ്റിയ അധ്വാനം തന്നാൽ മതി. അപ്പോൾ അളന്ന് തന്നാൽ മതി. കൊടുക്കാൻ പറ്റുമോ? വെറുതെ ഒരു മണ്ടൻ ന്യായങ്ങൾ പറഞ്ഞിട്ടാണ്. ഇത് അങ്ങനെ അളന്ന് എടുക്കുന്നതൊന്നുമല്ല ഈ അധ്വാനം എന്ന് പറയുന്നത്. ഒരു ദിവസത്തെ പണിക്കുള്ള കൂലിയാണ് കൊടുക്കുന്നത്. അത് എന്തിനാണ് അത്രയും കൊടുക്കുന്നത്? അത് ഇത്രയും അധ്വാനം അയാളിൽ നിന്ന് കിട്ടുമെന്നുള്ളതുകൊണ്ട് ആ പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത്. അയാളും അത് തന്നെയാണ് ചെയ്യുന്നത്. അത്രയും സമയം അയാൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും അധ്വാനമായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്. എന്നിട്ട് കൂടുതൽ അധ്വാനം എടുക്കുന്നത്. നിങ്ങൾ കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ കൂടുതൽ എന്തിനാണ് കൊടുക്കുന്നത്? അങ്ങനെ വെച്ചാൽ പോരെ. അപ്പം ബാക്കി ഉണ്ടാകുന്ന ഈ വില വ്യത്യാസം എങ്ങനെ വരുന്നതാണ്? വില വ്യത്യാസം അതിൻ്റെ യൂട്ടിലിറ്റി ഈ ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ ഇതൊക്കെ വാങ്ങിക്കും എന്ന് മുതലാളി കണക്ക് കൂട്ടുന്നു. അതുകൊണ്ടാണ് അയാൾ ഈ ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് തന്നെ. അതിനാണ് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാക്കി ഈ ഒരു ഉൽപ്പാദന പ്രക്രിയ നടത്തുന്നത്. അപ്പോൾ അതിങ്ങനെ ഉൽപ്പന്നം പുറത്ത് വരുമ്പോൾ അയാൾക്ക് ഇത്രയും രൂപ കിട്ടും. അപ്പോൾ അയാൾക്ക് മുടക്കുന്നതിനേക്കാൾ അയാൾക്കൊരു മെച്ചം ഉണ്ടാകും. അത് അയാളുടെ അധ്വാനത്തിൻ്റെയും കൂടെ ഫലമാണെന്ന് ഓർക്കണം. അല്ല അയാൾ വായി നോക്കി ഇരുന്നിട്ട് ഇവരെ കൊണ്ട് പണി ചെയ്യിപ്പിച്ച് രക്തം ഊറ്റി കുടിക്കുകയാണെന്ന് ചിന്തിക്കരുത്. അതിനകത്തൊന്നും ഒരു അടിസ്ഥാനമില്ല. അപ്പോൾ എന്താണ് ഇനി വേറൊരു ഇതിനകത്തൊരു ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും അധ്വാനത്തിൻ്റെ വില കുറച്ച് കൊടുത്തിട്ട് ബാക്കി ലാഭമായിട്ട് എടുക്കുന്നു എന്നുള്ള ആക്ഷേപം തെറ്റാണ്. അത് വളരെ ക്ലിയറാണ്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം അധ്വാനത്തിൻ്റെ ഫലമാണ് മൂല്യമെന്ന് പറയുകയാണെങ്കിൽ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇങ്ങോട്ട്, അതായത് ഇൻപുട്ടിൻ്റെ ടോട്ടലാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതെങ്കിൽ
പിന്നെ എന്ത് ഉൽപ്പാദനം അവിടെ നടക്കുന്നത്? എന്ത് മെച്ചമാണ് ആ ഉൽപ്പാദന പ്രക്രിയ കൊണ്ട്? സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അങ്ങോട്ട് കൊടുക്കുന്ന സമ്പത്ത് തന്നെ ഇങ്ങോട്ട് തരുന്നു, വേറൊരു രൂപത്തിൽ തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതിൻ്റെ രണ്ടിൻ്റെ മൂല്യം ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? അങ്ങനെയല്ല, സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതാണ് നമ്മളുടെ കണക്കുകൾ. GDP ഒരു വർഷം 8%, 10% ഒക്കെ ഉയരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് പുതിയ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഉൽപ്പാദിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഒരു ഉൽപ്പാദന പ്രക്രിയ കൊണ്ട് യാതൊരു ഗുണവുമില്ല. മനുഷ്യന് ഒരു ഔന്നത്യം ഉണ്ടാകത്തില്ല. സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സാമൂഹ്യമായിട്ട് ഒരു ഉന്നതിയും ഉണ്ടാകത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സമ്പത്ത് പുതുതായിട്ട് ഉണ്ടാകുന്നതാണെങ്കിൽ ഇവരുടെ ഈ സിദ്ധാന്തം തെറ്റാണ്. കാരണം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന അധ്വാനമാണ് ഇങ്ങോട്ട് മൂല്യമായിട്ട് കിട്ടുന്നതെങ്കിൽ പിന്നെ അവിടെ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമേ ഇല്ല, ഒരു പ്രശ്നമേ വരുന്നില്ല. അത് തന്നെ ഒരു ഈ മിച്ചമൂല്യ സിദ്ധാന്തത്തിൻ്റെ ഒരു പാപ്പരത്വത്തിനുള്ള ഒരു തെളിവാണ്. ഇതുപോലെ മറ്റേതൊക്കെ തെളിയിക്കാം. ഇവയെല്ലാം കൂടെ ഒരു വീഡിയോയിൽ കൊള്ളാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. അതായത് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ ചിന്താഗതികൾ ഏറ്റവും യുക്തിരഹിതമായിട്ടുള്ള, മനുഷ്യകുലത്തിന് ദോഷകരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. കാലഹരണം ഒരിക്കലും അത് യുക്തിക്ക് നിരക്കുന്നതായിരുന്നില്ല. ഇതിൽ ഭയങ്കര ശാസ്ത്രമാണോ മറിച്ചാണെന്നും പറഞ്ഞ് അവർ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. അത് അവർ ഈ പൊട്ടക്കിണറ്റിൽ കിടന്ന് കാണുന്നത് കൊണ്ടാണ്. സാമാന്യയുക്തി ഇവരുടെ ഈ ഞാൻ പറഞ്ഞ ഫണ്ടമെൻ്റൽ അതിൻ്റെ തിയറികൾക്കൊന്നുമില്ല. അത് ഞാൻ പ്രത്യേകം ഓരോരോ വീഡിയോകളിൽ തെളിയിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്രധാനമായിട്ടുള്ള ഈ മിച്ചമൂല്യ സിദ്ധാന്തം കൊണ്ട് ഈ ഒരു ലോകത്തെ തന്നെ അധോഗതിയിലേക്ക് നയിച്ച ആൾക്കാരാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ. അവസാനം രക്ഷയില്ലാതെ അവർ തന്നെ മുതലാളിത്ത ഉൽപ്പാദന രീതികൾ സ്വീകരിക്കുന്നു. അതായത് മനുഷ്യനോട്, വ്യക്തികളോട് പറയുകയാണ്, നിങ്ങൾ വന്ന് വ്യവസായം തുടങ്ങി, കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്നു മോദി എന്നൊക്കെ പറഞ്ഞിട്ടല്ലായിരുന്നു ഭയങ്കര ആക്ഷേപം. ആ ബുദ്ധി ചൈനക്കാർക്ക് കുറേ മുമ്പേ തെളിഞ്ഞു. ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് തിരിയാൻ ഒരുപാട് വർഷമെടുത്തു. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നു, 75 വർഷം ഈ ഉൽപ്പാദന പ്രക്രിയ, അതാണ് മാർക്സിൻ്റെ ഒരു തിയറി. ഉൽപ്പാദന വസ്തുക്കളുടെ ഉടമസ്ഥത മാറിക്കഴിഞ്ഞാൽ പിന്നെ സമൂഹവും മാറും എന്നുള്ളതാണ്. 75 കൊല്ലം സോവിയറ്റ് റഷ്യ ഇത് പരീക്ഷിച്ചതല്ലേ? എന്നിട്ട് മനുഷ്യർ മാറിയോ? ഒരു ചെറിയ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ എല്ലാം തച്ചോടച്ച് അവർ സ്വതന്ത്രരായി. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യന്ത്രങ്ങളെപ്പോലെ, വെറും ജഡവസ്തുക്കളെപ്പോലെ പെരുമാറുന്ന ഒന്നല്ല മനുഷ്യരെന്ന് പറയുന്നത്. അവർക്ക് വികാരങ്ങളുണ്ട്, ചിന്തയുണ്ട്, മറ്റ് പല ഫാക്കൽറ്റീസുമുണ്ട്. അതിനെയൊക്കെ ഈ ജഡവസ്തുക്കളെ കാണുന്നത് പോലെ കണ്ടാൽ ശരിയാവത്തില്ല. മാർക്സിനും എംഗൽസിനും ലെനിനും എല്ലാം തെറ്റിയത് താഴെക്കടയിലുള്ള മാർക്സിസ്റ്റുകൾക്കും തെറ്റുന്നത്, അവരിൽ നിന്ന് ആ തെറ്റ് പഠിച്ചവർക്ക് തെറ്റുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരതിനെ ഒരു ജഡവസ്തുവായിട്ട് കാണുന്നു, മനുഷ്യരെ ജഡവസ്തുക്കളായിട്ട് കാണുന്നു. സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുമെന്ന് പറയുന്ന പോലെ ഇത് ഉൽപ്പാദന പ്രക്രിയ മാറ്റിക്കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം മര്യാദരാമന്മാരാകും. ഇതാണ് അവരുടെ സിദ്ധാന്തം, പൊട്ട സിദ്ധാന്തം. ആ സിദ്ധാന്തം കൊണ്ട് കേരളം ഒരുപാട് അനുഭവിച്ചു. ഇനിയെങ്കിലും മുന്നോട്ട് പോകാൻ ഈ തിരിച്ചു നടപ്പ് വളരെ നല്ലതാണ്. പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയ തലതിരിഞ്ഞ് കണ്ട് നടപ്പാക്കിയ കാര്യങ്ങളുടെ ആ കെടുതികൾ മാറണമെന്നുണ്ടെങ്കിൽ ഇനിയും കാലം കഴിയും. ഇവർക്ക് തന്നെ പുതിയ സാഹചര്യങ്ങളുമായിട്ട്, അത് കാലിൽ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളുമായിട്ട് പൊരുത്തപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇനിയും വർഷങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നടക്കട്ടെ, ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കട്ടെ, ഇവരുടെ വലിയ ആദർശ പ്രസംഗങ്ങളുടെ പൊള്ളത്തരം അവർ മനസ്സിലാക്കട്ടെ, കേരളത്തെ പുതിയൊരു കാലത്തിലേക്ക് നയിക്കട്ടെ. നന്ദി, നമസ്കാരം.